യേശുദാസിന് ശരിക്ക് ഗാനഗന്ധർവൻ എന്ന് നമ്മളെല്ലാവരും വിളിക്കുന്നുണ്ട്. ശരിക്കും ആ ഒരു പേരിട്ടത് ശരിക്കും നമ്മുടെ മഹാകവി ജി ശങ്കരക്കുറുപ്പാണ്. അതായത് ഒരു 70കളുടെ തുടക്കം. ഇപ്പോൾ ആ ഒരു സമയത്ത് ഒരു യേശുദാസിനെ ആദരിക്കുന്ന ഒരു ചടങ്ങോ ഒരു ഗാനമേളയും പരിപാടിയിൽ അവിടെ വെച്ചിട്ടാണ് യേശുദാസിൻ്റെ പുകഴ്ത്തി സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇദ്ദേഹം പറഞ്ഞത് മലയാളത്തിൻ്റെ നമ്മുടെ ഗാനഗന്ധർവൻ എന്നൊക്കെ. പിന്നെ ആ ഒരു പേര് തന്നെ നമ്മൾ യേശുദാസ് എന്ന് പറയുമ്പോൾ ഡോക്ടർ കെ ജെ യേശുദാസ്, പത്മഭൂഷൺ കെ ജെ യേശുദാസ്, പല പേരുകൾ പറയുമ്പോൾ നമ്മൾ ഗാനഗന്ധർവൻ, നമ്മുടെ ഗാനഗന്ധർവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് യേശുദാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് റെക്കോർഡുകളുണ്ട് ശരിക്ക് യേശുദാസിന്. അതെനിക്ക് തോന്നുന്നു ഇനി ലോകത്ത് ഒരു 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 എന്താ പറയുക ഒരു ഗായകനും എന്താ പറയുക അങ്ങനത്തെ ഒരു ആ ഒരു റെക്കോർഡൊന്നും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം ഏകദേശം 50,000 മുതൽ 70,000-ഓളം ഗാനങ്ങൾ, അതിൽ ഭാഷകൾ എന്ന് പറഞ്ഞാൽ മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ, തെലുങ്ക്, റഷ്യൻ, അറബിക്, ബംഗാളി, ഇംഗ്ലീഷ് എല്ലാ ഭാഷയിലും പാടിയിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ തവണ നാഷണൽ അവാർഡ് കിട്ടിയ ഈ സിംഗർ, അതായത് 8 പ്രാവശ്യമാണ് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയിരിക്കുന്നത് പാട്ടിന്. അത് വേറൊരാൾക്കും ഇനി കിട്ടും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കിട്ടുന്നില്ല. കാരണം ഇപ്പം നമുക്കറിയാം ഓരോ ദിവസവും ഗായകർ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് ഗായകർ വരുന്നു, ആർക്കും പാടാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ദിവസം ഏകദേശം 16 പാട്ടുകൾ പല ലാംഗ്വേജസിൽ പാടിയ ഒരു റെക്കോർഡ് യേശുദാസിനുണ്ട്. പിന്നെ സ്റ്റേറ്റ് അവാർഡ്, അതായത് പല സ്റ്റേറ്റ്സിൽ നിന്ന് കൂടിയിട്ട് 36 തവണയാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിരിക്കുന്നത്. അതിൽ 25 തവണയും അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അത്രയധികമാണ് അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു കഷ്ടപ്പെട്ട് വന്നിട്ടുള്ളത് തന്നെയാണ്.